ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ ഫേസ്ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് അല്ലേ. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിയിട്ട് കേക്കുകളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യും. ഒരാൾക്കൊരു ബർത്ത്ഡേ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിലൊക്കെ സെർച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫേസ്ബുക്കിൽ എടുത്തിട്ട് ഒരു സെർച്ച് ബാറിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കണ്ടു, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൊടുത്തു. ഇപ്പോൾ കണ്ടോ, അവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്ത കേക്കാണ് ഈ വന്നിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ കണ്ടത്തിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പർ നോക്കി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ കണ്ടതിലൊക്കെ ഞാൻ ചെയ്ത കേക്കുകളാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടത് ഇപ്പോൾ ഹോം മെയ്ഡ് കേക്ക്സ് എന്നുള്ളത് എൻ്റെ ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഈ ഒരു പേജിനകത്ത് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ചെയ്യുന്ന കുറച്ച് നല്ല കേക്ക്സൊക്കെ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ റീസെൻ്റായിട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കേക്കിൻ്റെ പിക്സൊക്കെയാണ്. അപ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ ഒരാൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പ്രൊഡക്ട്സൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്ട്സും ഇതുപോലെ അതിനകത്ത് കാണും. അതുപോലെ തന്നെ ഇപ്പോൾ അവർ നോക്കുന്ന സമയത്ത്, ഓർഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടത് ഇതിൽ നമ്മൾ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഈ വാട്സപ്പിൽ നിന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിലേക്കാണ് മെസ്സേജ് വരിക. കണ്ടോ, അപ്പോൾ അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്കാണ് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അവർ വാട്സപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യും, ഓർഡർ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രൊഫൈലാണ് എന്ത് ചെയ്യുക, അതിനകത്ത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു പ്രൊഫൈലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവും, ഈ ഒരു 3 ഇത് വരുന്ന ഇവിടെ ടച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് അപ്പോൾ ഈ പേജസ് എന്നുള്ളത് കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ ഈ ക്രിയേറ്റ് എന്നുള്ളത് കണ്ടോ, ഇതിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇതിലുപോലെ ഇത് 3 പേജ് ഉണ്ട്. അപ്പോൾ ഇത് 3 അങ്ങനെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഇത് കൊടുക്കുക. ഇനി നമ്മുടെ പേജിൻ്റെ നെയിം എന്താണെങ്കിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കേക്ക് ഡിലൈറ്റ്സ് എന്നല്ലേ കൊടുത്ത്, അപ്പോൾ അത് തന്നെ എവിടെയും കൊടുക്കുന്നുണ്ട്. കേക്ക് ഡിലൈറ്റ്സ് എന്ന് കൊടുക്കുക, പേര് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ കാറ്റഗറിയിൽ നമ്മൾ ഇത് എന്തിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറി കൊടുക്കുക കേട്ടോ, ബേക്കറി എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഈ ബയോ എന്നുള്ളിടത്ത് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും എഴുതി കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങൾ മധുരമുള്ളതാക്കാൻ നല്ല ഹോം മെയ്ഡ് കേക്ക്സ് വീട്ടിലുണ്ടാക്കി നൽകുന്നു, അതല്ലേ അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ആശയങ്ങളെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മലയാളത്തിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്കതിനൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അവിടെ ബയോയിൽ എഴുതുക. പിന്നെ അതുപോലെ കോൺടാക്റ്റിൽ ഇതിൽ നമ്മളെ വെബ്സൈറ്റ് വേണ്ട, അവിടെ ഇമെയിൽ ഐ ഡിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, നമുക്ക് എന്താണോ മെയിൽ ഐ ഡി, ഇപ്പോൾ cakedelights@gmail.com എന്നുള്ളത് അത് കൊടുക്കുക. cakedelights004@gmail.com എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇനി ലൊക്കേഷൻ എന്നുള്ളിടത്ത് ഇപ്പോൾ ഈ താഴെ അഡ്രസ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് സിറ്റി വരുന്നത്, ടൗൺ ഏതാണ് വരുന്നതെങ്കിൽ അതൊക്കെ അതിനകത്ത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ്, നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ അവേഴ്സ് എന്നുള്ളിടത്ത് നമ്മൾ എത്ര ടൈമാണോ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ മൺഡേ ക്ലോസ്ഡ് കണ്ടോ, മൺഡേ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതിൽ ടൈം വന്നു 9 to 5 കണ്ടോ, 9 AM to രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് മാറ്റി കൊടുക്കുക. അത് 10 എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാറില്ല, രാവിലെ 6 മണി മുതൽ നമ്മൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ 6 എന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ദിവസവും നോക്കിയിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ടൈം കൊടുക്കുക. അപ്പോൾ നമ്മൾ സൺഡേ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് എന്ന് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൈം നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗം നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്കൊരു ബാനർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ബാനർ അതുപോലെ ഈ പ്രൊഫൈൽ പിക്കൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഇത് പ്രൊഫൈൽ പിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ആ ഒരു ലോഗോയാണ്. അതുതന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് 2-3 കേക്ക്സൊക്കെ വെച്ചിട്ട് ഈ ഒരു ബാനറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിലുണ്ട്. അതുപോലെ ഒരു വാട്സപ്പ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകാനുള്ളൊരു ഇതാണിത്. ഇനി ഇതിൽ നമുക്ക് വാട്സപ്പ് ബിസിനസ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴെ കണ്ട കണക്റ്റ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് എന്നുള്ളത് അതിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻഡ് കോഡ് ടു വാട്സപ്പ് എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP നമ്മളിതിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അത് കൺഫേം ആവും. അതിനകത്ത് അപ്പോൾ വാട്സപ്പ് അങ്ങനെ ആഡ് ആവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ് എന്നുള്ളൊരു ഏരിയ ഉണ്ടോ, ഇവിടെ നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ആഡ് ആൻ ആക്ഷൻ ബട്ടൺ എന്നുള്ളത് കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് സെൻഡ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ, ഈ അഡ്വർടൈസ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ നമ്മുടെ വാട്സപ്പ് എന്നുള്ളത് വരും. അപ്പോൾ നമുക്ക് ഇവർക്ക് കസ്റ്റമർക്ക് ഇത് കാണുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിലൂടെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും.